ആനപ്പിണ്ടം പെറുക്കി വിറ്റ് ജീവിച്ചാലോ എന്നുള്ളൊരു ആലോചനയിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. എന്തായാലും നമുക്ക് വേറെ രീതിയിലും എവിടെ നിന്നുള്ളൊരു സഹായമോ വേറെ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആനപ്പിണ്ടം പെറുക്കി വിറ്റ് ജീവിച്ചാലോ എന്നുള്ളൊരു ആലോചനയിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. ഇതാകുമ്പോൾ ഡെയിലി എന്ന് പറഞ്ഞാൽ വരുന്നുമുണ്ട്, പിണ്ടം ഇടുന്നുണ്ട്. അപ്പൊ അത് പെറുക്കിയെങ്കിലും നമുക്കൊരു ബിസിനസ് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ഇത് കിട്ടുന്നുണ്ട്. രാത്രിയാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എന്നും തന്നെ അതിൽ വന്നിട്ട് ഇന്നലെ എല്ലാം ഇറങ്ങി പുതിയ അവിടെ എല്ലാം ചവിട്ടി മെതിച്ച് ഇട്ടേ കൂടെയൊക്കെ നമ്മൾ കയറാൻ വിഷമിക്കുന്ന ഇട്ടേ കൂടെയൊക്കെ ഇറങ്ങി വന്നേക്കുന്നത് കാണുന്നുണ്ട്. ഭക്ഷ്യയോഗ്യമായി എന്തെങ്കിലും നട്ടുപിടിപ്പിച്ച് ഇതേപോലെ ആവുമോ? ഇല്ല, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതാർക്കും വേണ്ട, ആവശ്യമില്ലാത്ത സാധനം ഇങ്ങനെ വളരും. ആവശ്യമില്ല സാധനം എന്ത്, ഒരു വളവും വേണ്ട, ഒന്നും വേണ്ട, നല്ല അടിച്ച് കയറിക്കോളൂ. കറക്റ്റ് പോയിന്റ് കേട്ടോ. ഒരു പട്ടിയുടെ കാർച്ച കേട്ട് നമ്മൾ ചെന്നപ്പോഴത്തേനും പിന്നെ സാധനത്തിനെ കണ്ടില്ല. പട്ടിക്ക് പിന്നെ വികലാംഗം പോലെ ആയിപ്പോയത്. പിന്നെ ഭയങ്കര പേടിയായി. കഴുത്തിന് പിടിച്ച് കുറച്ചു മുന്നേ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഓടിക്കുന്ന ഒച്ച നേരത്തെ ഒരു അണ്ടി ഇറക്കിയിട്ട് നമ്മുടെ കുട്ടിഞ്ഞാട്ട് ഇറങ്ങി പോകുമ്പോൾ പുള്ളി പറയുന്നത് കേട്ടു മോളിൽ നിന്ന് ഓടിക്കുന്നുണ്ടെന്ന്. എത്ര മണിയാകുമ്പോൾ ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട്? നമ്മളൊരു 6:30 ശേഷം ഇപ്പം പുറത്തിറങ്ങുന്നില്ല. 2 ചക്ക വേവിക്കാൻ വേണ്ടി. അതുണ്ടോ പ്ലാവുണ്ടോ? ചക്ക പറിച്ചു. പക്ഷെ നിലത്ത് വീണപ്പോൾ പിഞ്ചായിരുന്നു. അപ്പോൾ സംഭവം 2 തൊട്ടി താഴെ വന്നാ കിടന്നത്. പിഞ്ചായതുകൊണ്ട് തന്നെ അവിടെ ഇട്ടു. എന്തായാലും രാത്രിക്ക് ആള് വന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് കുറച്ച് മോളി വെച്ച് തിന്നിട്ട് ആന ഇതിലെ വഴി ഒന്നും ഉണ്ടല്ലേ, ഇതിലെ വന്ന് അതിലെ കയറി കറക്റ്റ് കൊണ്ട് ഇട്ടിട്ട് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ചക്ക എടുത്തോണ്ട് പോയി. എടുത്തിട്ട് കറക്റ്റായിട്ട് കുറേ നമുക്ക് ശല്യമൊന്നും ചെയ്യാണ്ട് ധൈര്യം അറിഞ്ഞില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അയ്യങ്കുന്ന് പഞ്ചായത്തിൽപ്പെട്ട വാണിയപ്പാറ കളിതട്ടുംപാറ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. കഴിഞ്ഞ ഒരു വർഷം മുന്നേ, അതായത് കഴിഞ്ഞ വർഷം മാർച്ചിൽ 2025 മാർച്ചിൽ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. അത് ഈ പ്രദേശത്തോടെയൊക്കെ നമ്മൾ പോയതാണ്. അന്ന് നമ്മൾ ഇവിടുത്തെ വന്യമൃഗ പ്രശ്നങ്ങളെക്കുറിച്ചും ആ ഒരു വീട്ടിലൊരു ചേട്ടൻ എന്താ പറയുക, ആനയെ ഓടിക്കാനായിട്ട് സയറിനടിക്കുന്ന അല്ലെങ്കിൽ സ്വിച്ചിട്ട സൗണ്ട് കേൾക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു വീടൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ പ്രദേശത്തേക്കാണ് നമ്മൾ ഇന്നും പോകുന്നത്. ഒരു വർഷം കഴിഞ്ഞു, അതിൻ്റെ ഡബിളായി ഇന്നത്തെ വന്യമൃഗ പ്രശ്നം എന്ന് പറയുന്നത്. കാട്ടാനകളിപ്പോൾ ദിവസം എന്ന് പറയുന്ന പോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല വീടുകളും ഒഴിഞ്ഞു പോയി, ഇപ്പോൾ ഒരുമാതിരി വനം പോലെയായി ഈ പ്രദേശമൊക്കെ. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നേരിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലക്ഷ്യം കേട്ടോ. നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. നമ്മളങ്ങനെ വാണിയപ്പാറ കളിതട്ടുംപാറ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3, 4 ഒരു 4-5 വീടുകൾ മാത്രമേ ഇനി ഇവിടെ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും താഴേക്ക് ഇറങ്ങിപ്പോയി. ഒരു വർഷം മുന്നേ നമ്മൾ ഈ പ്രദേശത്ത് വന്നിരുന്നു. ഈ ചേട്ടനെയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഒരുപക്ഷെ ഓർമ്മ ഉണ്ടാവും. അന്ന് ഈ ചേട്ടനും ഒക്കെയാണ് നമ്മളെ ആ ഒരു സ്ഥലമൊക്കെ കൊണ്ടുപോയി കാണിച്ചത്. ജോളിച്ചേട്ടനാണ് ഈ ചേട്ടൻ്റെ പേര്. അപ്പോൾ അന്ന് നമ്മൾ കണ്ട അതേ പ്രദേശത്തിൻ്റെ കുറച്ച് താഴെയായിട്ടുള്ളൊരു പ്രദേശമാണ്. ഇവിടെ ഭയങ്കരമായ കാട്ടാന ശല്യമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ ഈ ഒറ്റയ്ക്ക് ഒരു വീടുണ്ടല്ലേ ജോളിച്ചേട്ടാ? എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്ഥിരമായി തന്നെ കാട്ടാനയും ഒരു കുഞ്ഞും വന്ന് റോഡ് പോലെയെല്ലാം ഇടിച്ച് ചാടിച്ച് വന്നിറങ്ങി ഇതിലെല്ലാം വന്ന് വാഴയും കാര്യങ്ങളും എല്ലാം തിന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബിനോയ് പുത്തൂരെന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളുടെ വീടിൻ്റെ പ്രദേശത്തൊക്കെ വന്നതായിട്ട് പുള്ളി പറഞ്ഞു. ആനേനെ തടയാൻ വരുന്നതുമ്പം ഉള്ള മടലും എല്ലാം വലിച്ചു വാരിയിട്ട് തീയെല്ലാം കത്തിച്ച് അങ്ങനെയൊക്കെയാണ് പുള്ളി പായിക്കുന്നത്. അതിനിടയ്ക്ക് ഓരോ പടക്കങ്ങളും ഒക്കെ പൊട്ടിച്ച് മുകളിലും ഏറ്റവും ടോപ്പിലും വരുന്നുണ്ടല്ലേ? ടോപ്പിലും ഉണ്ട്. ടോപ്പിലെ ഇവിടെ നമ്മുടെ ജോബിളിൻ്റെ വീടിൻ്റെ അവിടെ കാര്യമായിട്ട് തന്നെ സ്ഥിരമായ രീതിക്ക് അവിടെ തങ്ങുന്നുണ്ട്. പക്ഷെ കാണാനൊന്നുമില്ല. രാത്രിയാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എന്നും തന്നെ അതിൽ വന്നിട്ട് ഇന്നലെ എല്ലാം ഇറങ്ങി പുതിയ അവിടെ എല്ലാം ചവിട്ടി മെതിച്ച് ഇട്ടേ കൂടെയൊക്കെ നമ്മൾ കയറാൻ വിഷമിക്കുന്ന ഇട്ടേ കൂടെയൊക്കെ ഇറങ്ങി വന്നേക്കുന്നത് കാണുന്നുണ്ട്. നമുക്ക് അവിടേക്ക് ഒന്ന് കാണാം. ആദ്യം നമ്മൾ ഈ പുത്തൂർ ബിനോയ് എന്ന് പറഞ്ഞ ആളെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ പുള്ളിയുടെ വീട്ടിലേക്ക് പോകാൻ വേറെ വഴിയില്ല? അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട്. വരുന്ന വഴി നേരെ പോകുന്നില്ലേ, നമ്മൾ ഇങ്ങോട്ടേക്ക് തെറ്റുന്നേ. മഴക്കാലത്ത് ഇതിലേ പോകാൻ നടക്കുകയല്ലേ? പുള്ളി ഇതിലേ പോകും. ആണോ? വലിയ വെള്ളം ഉണ്ടായില്ല? ഓവർ വെള്ളമൊന്നുമില്ല, എന്നാലും ഉണ്ട്. അതന്നെ, അതൊരു മറ്റേ ഇതില്ലേ, ഈ വെള്ളത്തിമുണ്ടി മീൻ പിടിക്കുന്ന വലിയ സാധനം അത്. വെള്ളം പറ്റിപ്പോയി കേട്ടോ. വെള്ളം പറ്റിപ്പോയി. വെള്ളം പറ്റിപ്പോയില്ലേ? ഇപ്രാവശ്യം വെള്ളം നല്ല ക്ഷാമമായിരിക്കും അല്ലേ? നല്ല വെള്ളം ഒഴുകുന്നൊരു തോടാണ്. ഒരിക്കലും പറ്റില്ലാത്ത തോടായിരുന്നു അല്ലേ?
ഇവിടുന്ന് കുറേ ഉണ്ടോ അതല്ലേ വീടാ? അതിനിങ്ങനെ വരുന്നുണ്ടാവില്ല, തെളിക്കാതിട്ടേക്കുന്നല്ലേ? ഒന്നും കൃഷി ചെയ്യാൻ നടക്കുകയില്ലായിരിക്കില്ല. കൃഷി ചെയ്ത് നടക്കുകയില്ല. അതായത് ഇതുപോലെയുള്ള സാധനം റബ്ബർ, കശുമാവ്, ഇനി എന്തെങ്കിലും മരങ്ങൾ ഒക്കെ നടക്കൂ. റബ്ബറിനെ തൊലി പാനതില്ല തുടങ്ങിയില്ലേ? തുടങ്ങിയിട്ടുണ്ടോ? പിന്നെ റബ്ബറിൻ്റെ തൊലി, കശുമാവിൻ്റെ തൊലി, തേക്കിൻ്റെ തൊലി, തേക്കിൻ്റെ തൊലിയും പ്ലാവിൻ്റെ തൊലിയൊക്കെ പൊളിച്ചിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാത്തിൻ്റെ തൊലി വരുന്നുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ബിനോയ്. ഇത് കളിതട്ടുംപാറ. കളിതട്ടുംപാറ. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഇവിടെ ഈ ആനയുടെ ശല്യം രൂക്ഷമാണ്, ഭയങ്കര കൂടുതലാണ്. എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ടോ? എല്ലാ ദിവസവും ഇല്ല, ഒരു 4 ദിവസം കൂടുമ്പോഴോ ഒരു 1.5 ആടൻ എന്ന് പറഞ്ഞ പോലെ ഈ വേനൊക്കെ ഇറങ്ങും. ഈ കശുവണ്ടിയും ഈ ചക്കയൊക്കെ ഉള്ള സീസണിൽ ഇപ്പോൾ ഇങ്ങനെ കുഞ്ഞുമല്ലായിട്ട് വന്ന് കാർച്ച കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയാകും. കൂട്ടായിട്ട് വരുന്നത് 2-3 എണ്ണമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരെണ്ണം തന്നെ വരുന്ന ഒരെണ്ണമുണ്ട്. വന്നിട്ട് നമ്മള് പടക്കമൊക്കെ പൊട്ടിച്ചാൽ വലിയ പേടിയൊന്നുമില്ല. പടക്കമൊക്കെ ഒന്നും കേൾക്കുന്നതായതുകൊണ്ടായിരിക്കും. പടക്കം പൊട്ടിച്ച് ഓടിക്കാൻ നോക്കാറുണ്ട്. നോക്കാറുണ്ട്. ഇച്ചിരി അങ്ങ് മാറി നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ തീയൊക്കെ കൂട്ടിയാണ് നമ്മൾ കുറച്ചുകൂടെ ചെയ്യുന്നല്ലേ. ഏത് വഴിക്കാണ് ഇറങ്ങി വരുന്നത്? അത് വഴിന്ന് ഇവിടുന്ന് ഈ ഭാഗത്ത് വരും. പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് വരും അല്ലേ? മുകളിലേക്ക് ഫോറസ്റ്റ് ഉണ്ടോ? മുകളിൽ സ്ഥലത്തിന്റെ അതിര് ഫോറസ്റ്റാ ആണല്ലേ. ഇവിടെ എത്ര ദൂരം ഉണ്ട് ഫോറസ്റ്റിലേക്ക്? ഫോറസ്റ്റിലേക്ക് ഒരു 250 മീറ്റർ ആവുള്ളൂ. ഇവരെയും വരുന്നുണ്ടല്ലേ? ഇതാണോ ചേട്ടൻ മടല് കത്തിക്കുന്നുണ്ടോ? വിറകല്ലായിട്ട് കത്തിക്കുന്നതായിരുന്നു. വിറകൊക്കെ തീർന്നതാണ്. ഇനിയിപ്പം പുതിയതാക്കണം 2 ദിവസത്തേക്ക്. കത്തിച്ചിട്ട് ഉപകാരം ഉണ്ടോ? ഇത് നവി കരയുടെ തൊട്ടടുത്തേക്ക് വരികയായിരുന്നൊരു ഉപകാരം. ഇവിടെ എങ്ങനെ വന്ന് നിൽക്കുമോ? ഇവിടെ ഒരു ദിവസം ഇവിടെ നിന്നായിരുന്നു. ഇവിടെ ഈ താഴെ ഉണ്ടായിരുന്ന വാഴ പറിച്ചപ്പോഴാണ് ഞാൻ കാണുന്നത്. എത്ര ദിവസമായി? അതൊരു 1 മാസം മുമ്പ്. അല്ലേ. വീണ്ടും അടുത്ത് വരെ വരുന്നുണ്ടല്ലേ? ഇതൊക്കെ കണ്ടോ? ഇവിടെ വാഴയൊക്കെ പറിച്ച് ഇത് മൊത്തം കൂട്ടി ഇവിടെ നിന്ന് വാഴ പറിച്ച് കൂട്ടിയിട്ട്. ഇത് എത്ര നാൾ? 1 മാസമായോ? ഇത് ഒരു ഒരാഴ്ച മിച്ചമായുള്ളൂ. ഇതൊക്കെയാണ് കുറച്ചല്ലേ? ഫോറസ്റ്റുകാരും എല്ലാം വരുമോ ഇത് ഓടിക്കാനായിട്ടോ? ഫോറസ്റ്റുകാരങ്ങനെ വരവൊന്നുമില്ല. നേരത്തെയൊക്കെ അറിയിക്കലുണ്ടായിരുന്നു. അങ്ങനെ വലിയ അറിയിക്കലും ഒരു 3-4 പടക്കം തരുമല്ലാതെ. പടക്കം തരുമോ? നേരത്തെ തരുമായിരുന്നു. ഇപ്പൊ അവിടുത്തെ വാച്ചറും ഒക്കെ വാണിപ്പാറ പുള്ളിയൊക്കെ ബെന്നിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതും ഇല്ല. അപ്പം അവരെ കാണാനും ഇല്ല. നിങ്ങൾ സ്വന്തം പൈസ മേടിച്ച് പൊട്ടിക്കുമല്ലേ? ഈ പ്രദേശത്ത് വേറെ വീടുകളും ഇല്ലല്ലേ? ഇവിടെ ഈ 1-2 വീടാവുള്ളൂ. അല്ലേ? ഈ മോളിൽ കാണുന്ന വീട് നമ്മുടെ അവരെ അതങ്ങനെ താമസമില്ല. അവർ ഇടയ്ക്കൊക്കെ വരുവാവുള്ളൂ. തറവാടാണ് വാണിപ്പാറയിലായിരുന്നു. താമസവും കൃഷിയൊക്കെ വലിയ ബുദ്ധിമുട്ടായി മാറിയില്ല. അതെ. ആന മാത്രമല്ല, വേറെ എന്തെങ്കിലും ജീവികൾ വരുന്നുണ്ടോ? പിന്നെ പുലി ഒക്കെ ഉണ്ടെന്ന് നമ്മളങ്ങനെ കാണലില്ല. ഈ താഴെ ഭാഗത്തെല്ലാം കാണുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ പട്ടിയൊക്കെ ഒരു ദിവസം നമ്മുടെയൊക്കെ പിടിക്കാൻ വന്നായിരുന്നു. അത് അറിഞ്ഞാൽ ഒരു പട്ടിയുടെ കാർച്ച കേട്ട് നമ്മൾ ചെന്നപ്പോഴത്തേന് ഇതിനെ സാധനത്തിനെ കണ്ടില്ല. പട്ടിക്ക് പിന്നെ വികലാംഗം പോലെ ആയിപ്പോയായിരുന്നു. പിന്നെ ഭയങ്കര പേടിയായി. കഴുത്തിന് പിടിച്ചത് ഈ രോമം കൂട്ടി പിടിച്ചത് പിടുത്തം മാറിപ്പോയത്. അത് രക്ഷപ്പെട്ടോ. അങ്ങനെ പല അനുഭവങ്ങളുണ്ടല്ലോ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ. ഇത് ചേട്ടൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക്, ഇതാണ് വീടിൻ്റെ ഭാഗത്തേക്ക് ആന വരാതിരിക്കാനായിട്ട് കത്തിച്ചിരിക്കുന്ന ഇതാണ്. ഇവിടെ രാത്രി കത്തിക്കും കേട്ടോ, മടലും വിറകൊക്കെ ഇട്ട് കത്തിക്കും. ഇതാണ് ഈ പ്രദേശത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇത് ചേട്ടൻ്റെ വീടിൻ്റെ ഇവിടെ ആയിട്ട് ഈ ഭാഗത്തൊക്കെ നിറയെ വാഴകളുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ഇവിടെ ഈ പ്രദേശം കംപ്ലീറ്റ് കാലിയാക്കിയാന്നിട്ട് പറഞ്ഞത് കണ്ടോ. അതിൻ്റെ കുറച്ച് അംശങ്ങൾ മാത്രമാണ്.
ഇവിടെ ഒരു വീടുണ്ട്, പക്ഷെ ഇവിടെ താമസക്കാരില്ലെന്ന് പറഞ്ഞാൽ. ഇതെന്നാ മൂട്ടിപ്പൊളി എന്ന് വെച്ചാൽ അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ചുമന്നിങ് വരും. ആ ചെമ്പരത്തി പൂവിൻ്റെ കളറായിരിക്കും ഇത് മൊത്തം ഇതോട് ഇത് ചുവട്ടിലേ ഉണ്ടാവുള്ളൂ. ഇത് കഴിക്കുന്നതാണോ? കുടംപുളി പോലെയാണ് ഉള്ളിലെ സാധനം, നമുക്ക് തിന്നാം. കുടംപുളിയുടെ ഉള്ളിൽ നമ്മളൊരു ഞോള പോലെ ഒരു സാധനം നമ്മൾ കഴിക്കാൻ ടേസ്റ്റ് അല്ലേ, അതേ സാധനമാണ് ഇതിൻ്റെ തൊണ്ട് അച്ചാറിടാനുള്ള. ഓഹോ, ഇത് അച്ചാറിടുന്നല്ലേ? അച്ചാറൊക്കെ ഇടാം. കാട്ടില ഉള്ള സാധാരണ ഇതിൻ്റെ ശരിക്കത്തെ പേരെന്താ? മൂട്ടിപ്പുളി. മൂട്ടിപ്പുളി. ഈ താഴെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരട്ടെ. ചുവട്ടിലേ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ ചുവട്ടിൽ നിന്ന് മരത്തേക്ക് ഇതൊക്കെ ഇപ്പം ആൾക്കാർ യൂട്യൂബിൽ വെച്ച് ഈ വിൽപ്പനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് സാധനം. അതെ, മൂട്ടിപ്പുളി. ഇതിൻ്റെ ഇത് പഴുക്കാം, രസം കാണണമെങ്കിൽ. അല്ലേ, ചുവന്ന കളറാവും. ചുമന്ന് ഫുള്ള് ചുമല. ഒരു വലിയ പാറ ഇവിടെ വന്നപ്പോൾ കണ്ടോ കേട്ടോ. ഇതിലേ ഇറങ്ങിപ്പോയേ? ആ വഴി കാണാം കേട്ടോ. ഇതെന്നാ മിനിങ്ങാന്നാ? ഇതൊരു 3-4 ദിവസമായിരുന്നു. പൈപ്പ് അങ്ങനെ പൊട്ടിച്ചാ? ആ, പൈപ്പ് കുറച്ച് പൊട്ടിച്ചാ. അമ്മമാർ ഇന്നലെ വന്ന് ശരിയാക്കിയതാ മോട്ടർ. ഞാനിതിലിങ്ങനെ കയറിയിട്ടല്ല, പാട് നല്ല വഴി പോലെ ആയിട്ടുണ്ട്. അവിടെ ദൂരെ വാഴ പറിച്ചിട്ടേക്കുന്നതാണ്. ഇതിൽ ഈ പ്രദേശത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് വാഴ കളഞ്ഞ കേട്ടോ. വാഴയുടെ കുഞ്ഞ് മാത്രം അവിടെ നിൽക്കുന്ന കാണാം പല സ്ഥലത്തും. ഇതെന്താ ഇതിനും പ്രത്യേകത ഉണ്ട് ഈ പാറയ്ക്ക്? അള്ളുകല്ലെന്ന് പറയും. അള്ളുകല്ല്. ഇത് അവിടെ ഒരു പൊത്തുണ്ട്. പൊത്തിനകത്തൂടെ അകത്ത് പോയാൽ അവിടെ ഒരു റൂം പോലെ സംവിധാനമുണ്ട്. ഇത് ഞങ്ങൾ ശകലം കൂടെ മണ്ണൊക്കെ ആക്കി സെറ്റാക്കി എടുക്കും. നമുക്ക് കയറത്തില്ല. ഒരാൾക്ക് സാമാന്യ ചെറിയൊരാൾക്കൊക്കെ കയറുക. ഓഹോ, രണ്ടു കഴിഞ്ഞു വേണം. ഇത് അള്ളുകല്ലെന്ന് പറഞ്ഞൊരു സ്ഥലമായിട്ട് വലിയൊരു പാറയാണ്. ഈ പാറയുടെ അടിവശത്താണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടതാണേ. എനിക്കിതിൻ്റെ ഉള്ളിലേക്കൊരു റൂം പോലെ ഉണ്ടെന്ന് പറഞ്ഞേ. ഇപ്പം അങ്ങനെ കയറാൻ പറ്റിയായിരിക്കും അല്ലേ? കയറാം. ഇപ്പോൾ ഇരുട്ടായില്ലേ, ഒരു മയക്കമായില്ലേ. പകൽ വരണല്ലേ? പകൽ വരണം. അതിനകത്ത് കയറാം. നമുക്കൊന്നും കയറാനാകത്തില്ല. ഇത് ഇപ്പോഴും ഒരു അവിടെ മുതൽ ശകലം പൊട്ടിക്കണം. എന്നിട്ട് ഒന്ന് ഇടയ്ക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ വിശാലമാണ്. അതെ, അവിടെ ഒരു ശകലം ഇതിൻ്റെ ഉള്ളിലൊരു റൂം പോലെ ഉണ്ടെന്നിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഇങ്ങോട്ട് ഒരു പകൽ വരുന്നതായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് ഒരു ശ്രമം നടത്താം കേട്ടോ. കഴിഞ്ഞ വർഷം ഈ വഴിയെ കൂടെയൊക്കെ നമ്മൾ മുകളിലേക്ക് പോയതാണ്. ഇവിടെ ഇപ്പം ആന ലൈവായിട്ട് അപ്പുറത്തെ പ്രദേശത്തുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും നമ്മുടെ ജോബിലേട്ടനാണ് നമ്മളിവിടെ വരുമ്പോഴൊക്കെ നമ്മൾ ഈ പ്രദേശമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെ പ്രദേശത്തേക്ക് പോവുക, അവിടുത്തെ വന്യമൃഗ പ്രശ്നമൊക്കെ കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ആന നടന്നിറങ്ങുന്ന വഴിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാലോ, ഇതൊരു വ്യവസായമൊക്കെ ആനപ്പിണ്ടം വരും. ഏറ്റവും നല്ല കാര്യം. ഇനിയിപ്പോൾ നമുക്കതൊക്കെ രക്ഷയുള്ളൂ കേട്ടോ. അതെ, അപ്പോൾ ഇതാണ് ജോബിലേട്ടൻ. നമ്മൾ കഴിഞ്ഞ വർഷമല്ല പല എപ്പിസോഡുകളിലും കണ്ടിട്ടുണ്ടാവും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോയിലൂടെ കാണുന്നുണ്ട്. കാണേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇവിടെ വന്യമൃഗ ഭീഷണി ഒഴിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പം കടുവയായിട്ടും പുലിയായിട്ടും ആനയൊക്കെ ആയിട്ടും നമ്മുടെ ഇവിടുന്ന് ശല്യം ഒഴിയുന്നില്ല. അപ്പോൾ ഫെൻസിങ് വരും, അതിൻ്റെ ഓരോ പരിപാടിക്കും ഞാനെല്ലാം പോയതാണ്, കാടുകളിലും പരിപാടിയൊക്കെ ആയിട്ട്. പക്ഷെ അതെല്ലാം ഇങ്ങോട്ട് എത്തിയിട്ടില്ല. മുടങ്ങിയ പോലെയാണോ എന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഇപ്പം സ്ഥിരമായിട്ടാണ് ഇത് കേട്ടോ, ഒരു മാസം മുന്നേ വന്നു പോയാണ്. അപ്പം ഞങ്ങളിപ്പം ഞാനും ജോളിച്ചേട്ടനൊക്കെ കൂടി ആലോചിക്കുന്നത് എന്തായാലും നമുക്ക് വേറെ രീതിയിലും എവിടെ നിന്നുള്ളൊരു സഹായമോ വേറെ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആനപ്പിണ്ടം പിറക്കി വിറ്റ് ജീവിച്ചാലോ എന്നുള്ളൊരു ആലോചനയിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. കാരണം അത് ലാഭമുള്ള ബിസിനസ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതാകുമ്പോൾ ഡെയിലി എന്ന് പറഞ്ഞാൽ വരുന്നുമുണ്ട്, പിണ്ടം ഇടുന്നുണ്ട്. അപ്പം അത് പിറക്കിയെങ്കിലും നമുക്കൊരു ബിസിനസ് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ഇത് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. ചാണകം വിറ്റ് പൈസ കിട്ടില്ല. അതെ അതെ. എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഒരു സിനിമ ജയസൂര്യ മറ്റേ സാമ്രാണിത്തിരി അത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും മനുഷ്യൻ ജീവിക്കണമെങ്കിൽ. ഈ അടുത്ത് കുറെ ഇറങ്ങിയായിരുന്നല്ലേ? അതെ, വാ കാണിച്ചു തരാം. വാ, കഴിഞ്ഞ ദിവസം എല്ലാം ഇവിടെ ഉണ്ട്. ഇത് ഫോറസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഈ ചേട്ടൻ്റെ വീട്ടിലേക്ക് നമ്മുടെ നടപ്പുവഴിയാണിത്. അതെ അതെ. നമ്മൾ കഴിഞ്ഞ വർഷം മാർച്ചിൽ നമ്മൾ ഇതേ സ്ഥലം വന്നിരുന്നു, ആ പ്രദേശമൊക്കെ കണ്ടതാണ്. അപ്പം അതിനെക്കാട്ടും ഒന്നോടെ ഒരു ഇരുണ്ട് കേട്ടോ ഈ പ്രദേശമൊക്കെ. കാടായില്ലോ. ഇതാണ് നമ്മുടെ വഴി ബ്ലോക്ക് ആക്കിയത്. മൊത്തം ഇങ്ങോട്ട് വലിച്ചിട്ടേക്ക് വരുന്നത്.
ഇവിടുന്ന് ഇതിങ്ങനെ ഇവിടുന്ന് കയറിയതാ? മൊത്തം ഇങ്ങോട്ട് വലിച്ചിട്ട് കയറി ഇത് മൊത്തം. ഓഹോ. അപ്പോൾ നമ്മളിപ്പോൾ വഴി ബ്ലോക്ക് ആയതുകൊണ്ട് വെട്ടി മാറ്റിയത് ഇപ്പോൾ. ഓഹോ. അപ്പോൾ ഈ രാത്രിയാകുമ്പോൾ ഇതിലൊക്കെ ഉണ്ടാവും? ഉണ്ട്. ഇതുണ്ടല്ലേ മൊത്തം ചവിട്ടി നടന്ന വഴികളായതല്ല. ഇതൊക്കെ എത്ര ദിവസം മുന്നത്തെയാ? മിനിഞ്ഞാന്നത്തെ. ഓഹോ. ഇല പോലും ശരിക്കും ഉണങ്ങിയിട്ടില്ല. മനസ്സിലായി. മിനിഞ്ഞാന്നത്തെ സംഭവം കേട്ടോ. എത്ര മണിയാകുമ്പോൾ ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട്? നമ്മളൊരു 6:30 ശേഷം ഇപ്പം പുറത്തിറങ്ങുന്നില്ല. ഓ അങ്ങനെയാ? വെച്ചാൽ 5 മണി. ഒരു മണിക്കൂറും കൂടെ. അതെ. ഒരു മണിക്കൂറും കൂടെ ഉണ്ട്. വേറെ ശല്യമില്ലല്ലോ. അതെ. നേരം എല്ലാവരും ഒഴിഞ്ഞു പോയി. ഇനി നിങ്ങൾ ഒരു ഒറ്റ വീടാണല്ലോ അല്ലേ ഇവിടെ? ഇവിടെ ഞങ്ങൾ 2 വീട്ടുകാർ അടുത്തടുത്തുള്ളൂ. അത് 2 വീടുണ്ട്? കുറച്ച് കുറച്ച് ആ സൈഡിലല്ലേ. ഇതാണ്ടോ നല്ല അടിപൊളി വഴി, സ്ഥിരം വരുന്ന വഴി. ഒക്കെ കയറി വരുന്ന കേട്ടോ. ഇതുണ്ടോ റബ്ബറൊക്കെ വലിച്ച് ചായച്ച് ഉണ്ടോ നിർത്തിയേക്കുന്നത്. അതെ. ഒരു സ്മെല്ലുണ്ടല്ലോ ഇവിടെയൊക്കെ. ഉണ്ട്. ആനച്ചൂര്. ഓക്കെ പോയേക്കുന്ന വഴികൾ നോക്കി ഇങ്ങനെ അല്ലേ. എല്ലാ പ്ലാറ്റ്ഫോമിൽ കൂടെ പോയിട്ടുണ്ടല്ലേ? ഉണ്ട്. ആടോ ഇടിച്ചിറക്കിയാൽ പോന്നേക്കുന്നുണ്ടോ? ഇതുണ്ട് ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ഇതുണ്ട്. ഇതിലിറങ്ങിയത് എങ്ങോട്ട്? ഇടിച്ചിറങ്ങിയേക്കുന്നു. കല്ലെല്ലാം ചോടിച്ച് അവൻ്റെ കിടക്കുന്നുണ്ടോ? വലിയ ആനയായിരിക്കുമല്ലോ. അതെ. ഇതെങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ആനയുണ്ടോ അറിയോ? സ്ഥിരമായിട്ടൊരു മീഡിയം സൈസുള്ള ഒരു കുഞ്ഞും ഒരു വലിയ ഒരു ആനയുള്ള കൂടെ. പിടിയാന. അത് രണ്ടുമാണ് ഇപ്പം നിലവിലിപ്പോൾ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഒറ്റയ്ക്ക് ഒരെണ്ണം നടക്കുന്ന ഒരെണ്ണമുണ്ട്. അതിനിപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് കാണുന്നില്ല. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഉള്ളത്. ഇതാ പിടിയാന തന്നെ ഇറങ്ങി? അതെ. ഇതിലിങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ടാ പോയത്? ഇതിലെങ്ങനെ കയറും? ഇങ്ങനെ കയറിയിട്ട് അവൻ ഇതിലെ വരും. ഓ ചില്ലറ സൂക്കടല്ലേ? അതെ. പിണ്ടം നല്ല അടിപൊളി പിണ്ടം. അല്ലേ? എടുത്തായിരുന്നു. ഇന്നലത്തെ നല്ല അടിപൊളിയായിട്ട്. പറമ്പിൽ എല്ലായിടത്തും ഇപ്പോൾ ഒരു ആനച്ചൂരാട്ടോ. എല്ലാ സ്ഥലത്തോടെ ആന നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെ ശരിക്കും തമ്പടിച്ചിരിക്കുന്നത്? ഇതിന് മുകളിലോട്ട് കുറേ സ്ഥലം കാലി കിടപ്പുണ്ട്. ആളുകൾ ഒഴിഞ്ഞു പോയ ഒരു 150 ഏക്കറോളം സ്ഥലമാണ് കാലി കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സുഖമല്ലേ, വെള്ളമുണ്ട്, തീറ്റയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോരുമ്പോൾ ഇങ്ങനെ ഇറങ്ങി പോരും. നേരം വെളുക്കുമ്പോഴത്തേനും തിരിച്ച് അങ്ങോട്ട് തന്നെ കയറും. സംഭവം അതിനകത്തുണ്ട്. ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഓടിക്കുന്ന ഒടിച്ച് നേരത്തെ ഒരു 2 ഇറക്കിയിട്ട് നമ്മുടെ കുട്ടിഞ്ഞാട്ടം ഇറങ്ങി പോകുമ്പോൾ പുള്ളി പറയുന്നത് കേട്ടു മോളിൽ നിന്ന് ഓടിക്കുന്നുണ്ടെന്ന്. ഇല്ലില്ല. ഇതുണ്ടോ ഇതിലെ ഇങ്ങനെ വന്നു, അവൻ ഇതിലേ കയറി, ഇതാ പിന്നെ ഇങ്ങോട്ട് വന്നു. താഴെക്കൂടെ ഇങ്ങനെ കയറി. ഇതിലൊക്കെ നടന്ന വാർഡുകളുണ്ട് കേട്ടോ. കണ്ടോ ഇതിലിങ്ങനെ പോയ വാർഡ് കണ്ടോ തെളിഞ്ഞു. കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇതേന്ന് ആള് മാങ്ങയെല്ലാം പറിച്ച് തിന്ന് വിശപ്പടങ്ങിയതിന് ശേഷം ഒരു 3-4 മാങ്ങ പറിച്ച് കറക്റ്റ് നമ്മൾ ഈ നടപ്പുഴയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി വെച്ചാ എന്തായാലും നമ്മളടുത്ത് അച്ചാറൊക്കെ ഇട്ടു. അതൊക്കെ നല്ല അടിപൊളി സംഭവമായിരുന്നു. ഉപകാരം ചെയ്യുന്നുണ്ട്. നമ്മൾ മാവേ കയറാതെ തന്നെ ആള് പറിച്ച് കറക്റ്റ് വഴിയിലൊക്കെ വെച്ച് തന്നു. നമുക്ക് അത്രയും ബുദ്ധിമുട്ട്. അതെ. ഇതിലെല്ലാം നടക്കുന്നുണ്ടല്ലേ? പിന്നെ ഇതാ എന്തിനാ അടുത്ത തറയില്ലേ? രാത്രി അപ്പോൾ നിങ്ങൾ ഒച്ച അനക്കൊക്കെ കേൾക്കുമോ? രാത്രി ആകുമ്പോഴത്തേനും ഫുൾ സൈറൻ. നമ്മൾ പണ്ടത്തെ ഒരു വീഡിയോ കഴിഞ്ഞ കൊല്ലത്തെ സൈറനടിയില്ലേ, അത് ഇപ്പോഴും ഉണ്ട്. ഒരു 6-7 മണിയാകുമ്പോൾ പരിപാടി അങ്ങ് തുടങ്ങുക. രാത്രി ഇടയ്ക്ക് എഴുന്നേക്കുന്ന സമയത്ത് അത് അടിക്കും. ചുമ്മാ അടിച്ചേക്കും. എന്നാ വെച്ചാൽ നമുക്കൊരു അനുഭവം ഉണ്ടല്ലോ, നമ്മുടെ പട്ടീനെ കടുവ ആക്രമിച്ചതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ. അത് പട്ടി ഇപ്പം എങ്ങനെയുണ്ട്? ഉഷാറായില്ലേ? പട്ടിയെന്ന് കാണണം. കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നപ്പോൾ ഈ ചേട്ടൻ്റെ തന്നെ പട്ടിയെ കടുവ പിടിച്ച് വെച്ചിട്ട് പരിക്ക് പറ്റി ഇവർ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് അവസാനം എന്നെ രക്ഷിച്ചെടുത്തു കേട്ടോ. അന്നത്തെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണാൻ നല്ലതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. ഇറക്കപ്പുറത്തോടൊക്കെ പോയേക്കുന്നുണ്ടോ? എന്തിനാ ഇതിനെ പോകുന്നത്? അതല്ലേ പറഞ്ഞു മേനി നടക്കണം തോന്നുന്നു, പശു നടക്കുന്ന പോലെ. ഇതിലെല്ലാം നടന്നിട്ടുണ്ട്. അതാ ഞാൻ ഇവിടെ എന്തുണ്ടായിട്ടാ കാട്ടിലോട്ട് ഇതിന് പോകാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അതന്നെ നാട്ടിൽ തന്നെ സെറ്റിലായി. ഒരു കാൽപ്പാടുണ്ടായിരുന്നു മറ്റേ നല്ല അതുണ്ടോ, ഒരു കാൽപ്പാടിൻ്റെ വട്ടം കണ്ടോ? മീഡിയം സൈസ് അല്ലേ ഇത്? ഇവിടം തൊട്ട് വലിപ്പമൊന്നുമില്ല. ഇവിടം തൊട്ട് ഇങ്ങനെ
ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ഇവരുടെ വീട്. ഇവിടെയൊക്കെ വരുന്നല്ലേ എല്ലാം ചവിട്ടി കറക്റ്റ് വഴി കണ്ടോ, ചവിട്ടി ഇറങ്ങി നടന്നു പോയ വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ വന്നിട്ട് ഓട തിന്നാൻ വന്നാൽ ഇവിടെ വരെ വന്നല്ലേ ഓട നിന്ന്. ഹലോ, ഈ ഓട അല്ലേ? ഇവിടെ നിന്ന് അവൻ ഇങ്ങനെ കയറും, ഇതിലിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി വട്ടം ഇങ്ങനെ പോകും. അപ്പോൾ ആ വീടിൻ്റെ അവിടെ എത്തി. വീടിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ കൊല്ലത്തെ പട്ടീനെ കാണട്ടെ അല്ലേ? നമ്മളങ്ങനെ ചേട്ടൻ്റെ വീടെത്തി കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നതാണ്. അന്ന് നമ്മൾ കണ്ടാണ് ആന വരുമ്പോൾ സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടി, ആന മൃഗങ്ങൾക്ക് വരുമ്പോൾ സൗണ്ട് കേൾപ്പിക്കാനായിട്ട് ഫോണൊക്കെ വെച്ചിരിക്കുന്നൊരു വീട്. അതാണ് ഇത് കേട്ടോ. ഇന്ന് നമ്മൾ ഈ പറമ്പിലൊക്കെ പോയതാണ്. അന്നേരം ഒരു പട്ടീനെ അവർ ചികിത്സിക്കുന്നതും പുതിയ കൂട് പണിയൊക്കെ കണ്ടതാണ്. അതാണ് കേട്ടോ. ഇതാണ് കൂട് കേട്ടോ. ഈ പട്ടി ഞാൻ ഒന്ന് പിടിച്ചേ. ഇതാ ഇവനാണ് ആള് കേട്ടോ. ഓഹോ, പിന്നെ വേണേ കടിക്കാം. വേണ്ട 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 വേണ്ട, നമ്മള് ഇതിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? അതെ അതെ അതെ, മതി 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 മതി. എടാ 10-20,000 രൂപ മുടക്കിയല്ലേ ഇതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം. കൂട് പണിത് ഒരു 12,000-13,000 രൂപ കൂടും പണിത്. കാര്യത്തില് അത് പാടൊക്കെ പോയോ? ആളെ കണ്ടീഷനായി. കട അടിച്ചാണ് എല്ലാം തോന്നുന്നു അല്ലേ? ഉഷാറായി ആള്. അവൻ ചത്തു പോകുന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു. അതെ അതെ, നമ്മൾ വിട്ടുകൊടുത്തില്ല. ഇത്രയും ചികിത്സിച്ചല്ലേ? പിന്നെ 20,000 രൂപയ്ക്ക് മുകളിൽ ഇവനെ കൊണ്ട് നമ്മള് ചെലവാക്കി എടുത്തോണ്ട് ഇവനെ റോഡ് നടപ്പുകയിലൂടെ എടുത്തോണ്ട് പോയി, വണ്ടിക്ക് കൊണ്ടുപോയി, ഇരട്ടി കൊണ്ടുപോയി. ഇത് പുതിയ കുഞ്ഞുങ്ങള് പുതിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ഇതെവിടുന്നാ? ഇരട്ടിന്ന്. ആണോ? ഏതാനും അതിനൊന്നുമില്ല. നമ്മുടെ ഒരു സുഹൃത്ത് തന്ന നല്ല. എന്നാടാ എന്നാടാ കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നപ്പോൾ ഈ ഒരു പട്ടിയാണ് കടുവ പിടിച്ച് ഭയങ്കര പരിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു നമ്മളിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അന്ന് ഈ കൂട് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കൂട് വരെ ആക്കിയിട്ട് ഈ ഒരു പട്ടിക്ക് വേണ്ടിയിട്ട് 10-20,000 രൂപ മുടക്കിയെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അത് നമ്മളന്ന് രക്ഷപ്പെടുമെന്ന് ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അന്ന് പെരയ്ക്കകത്തായിരുന്നു, വീടിൻ്റെ ഉള്ളിലായിരുന്നു പട്ടി ഇട്ടിട്ടുണ്ടിരുന്നത്. ഈ വീടൊക്കെ ഒരു പക്ഷേ നമ്മുടെ ചാനൽ തുടക്കം പോലെ കാണുന്നവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ആ ഹോണ് കാണുമ്പോൾ കേട്ടോ. ആ ഹോണ് നമ്മളന്ന് പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ചാണ്. വന്യമൃഗങ്ങളെ പേടിച്ചിട്ട് അതിനെ ഉൾപ്പെടുത്താനായിട്ട് വെച്ചിരിക്കുന്ന ഹോണാണ്. ഇത് ഇവരുടെ വീടാണ് കേട്ടോ. വീടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ അതെ ഇതൊക്കെ ആന കയറി വന്നിട്ടുണ്ട്. ഇതൊക്കെ ആന വന്നിട്ടുണ്ട് കേട്ടോ. അതന്നെയാ ഇതിലിങ്ങനെയാ പോയെ. ഇതവരറിഞ്ഞില്ല. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന കേട്ടോ. ഈ ഒരു ഏരിയ ഒക്കെ അത് നമ്മൾ കണ്ടാണ്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഒരു ഏരിയയിലൊക്കെ വന്ന കേട്ടോ. ആ ഒരു എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്കറിയാം. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഉണ്ട്. ഇതുപോലെ മൊത്തം ഇത് കാട്ടുപയറല്ലേ? കാട്ടുപയർ കയറി മൂടിപ്പോയതാണ്. റബ്ബർത്തോട്ടമായിരുന്നു. ഇതിലൊക്കെ ഇപ്പോൾ ആന വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇതാണ് സ്ഥിതി. ആന കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ. നമുക്ക് ആന പോയ വഴി തന്നെ പോയി നോക്കാം. ഫുൾ ആന പോയ വഴി തന്നെ ഇത് ഇല്ല പോയല്ലേ? അതെല്ലാം ചവിട്ടി ഇതാക്കി വെച്ചിട്ടുണ്ട്. ആനയുടെ മുമ്പിലോട്ടായിരിക്കും ചെന്ന് കയറുന്നത്. ഇത് എൻ്റെ അതൊക്കെ പാമ്പുണ്ടെങ്കിൽ അറിയല്ലേ? അതെ, കടി കിട്ടുമ്പോൾ അറിയാം. കടി കിട്ടുമ്പോൾ അതിജീവന അറിയാമെന്ന് പറഞ്ഞ പോലെ കിട്ടിയിട്ട് അറിഞ്ഞാൽ മതിയായിരുന്നു. ഇതെങ്ങോട്ടാ കയറി പോകുന്നത്? ഇത് കേട്ടോ പോയേക്കുന്നുണ്ടോ വഴി? കറക്റ്റ് നമ്മുടെ വീടിനങ്ങോട്ടാണ് പിന്നെയും വരുന്നത്. നമുക്ക് എല്ലാം അങ്ങോട്ട് തന്നെ. നമുക്ക് പോവേണ്ടത് ഇതിലങ്ങോട്ട്. പക്ഷേ വഴി അടഞ്ഞു പോയിട്ടാണ് ഉള്ളത്.
ഇവിടെയൊക്കെ എന്താ ചോക്ലേറ്റിൻ്റെ മണം? അത് പയറിൻ്റെ കൊക്കോയുടെ മണം പോലെ അല്ലേ? ഒരു കൊക്കോയുടെ മണം പോലെ. ഇതൊക്കെ പോണോ? പോരെ, ഞാനല്ലേ പോന്നേ. എല്ലാ രാജാവന്മാരുടെ മുന്നിൽ പെടാന്നേ. സിമ്പിളായിട്ടാണല്ലോ പറയുന്നത്. എല്ലാം അവിടെ ഉണ്ടോ നോക്കാം ആദ്യം. നോക്കാം, എന്നിട്ട് ഞാൻ വരുന്നത്. എന്നെ കൊണ്ട് വയ്യ. ഞാൻ പോയാൽ അങ്ങ് പോട്ടെന്നല്ലേ. അടുത്ത വീഡിയോയിൽ എന്നെ കാണുമെന്ന് പറയണേ. മുകളിലേക്ക് നോക്കാം. അടിപൊളി മഴ. രണ്ടും കളിപ്പിച്ച് നമ്മൾ നടന്ന് നോക്കുക കേട്ടോ. ഇതായിട്ട് നിലമൊന്നും കാണുന്നില്ല. അത് നമ്മളൊന്ന് പോയി നോക്കാം സ്ഥിതി എന്താണെന്ന്. ആന ഏതായാലും ഈ വഴി തന്നെയാണ് പോയേക്കുന്നതെന്നാണ് ഇത് പറഞ്ഞത്. ഇതൊക്കെ ഇവരുടെ മൊത്തം പയറ്. നിലവിലൊന്നുമില്ല. നിലവിലൊന്നുമില്ല. ഒന്നുമില്ല. പിന്നെ ഒരു ദൂരക്കാഴ്ച പിടിക്കുക, അത്രേ ഉള്ളൂ. ഒരു ദൂരക്കാഴ്ച അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ അല്ലേ? ഇതന്നെ ഇതിങ്ങനെ ഇട്ടേക്കുന്ന ഈ പയറ്. ഇത് ഇവിടെ റബ്ബറായിരുന്നു ആദ്യം. അതൊന്നും തെളിച്ചൂടെ? ഇത് തെളിക്കത്തില്ലായിരുന്നു. ആരാ തെളിക്കണ്ടേ? എന്തിനാ തെളിക്കുന്നതെന്നാ? ആരാ തെളിക്കണ്ടേ? ഇത് 100-150 ഏക്കർ സ്ഥലം ഇവിടെ നിന്ന് കിടക്കുക. ഓ, ഇത് നിങ്ങളുടെ സ്ഥലമല്ല? നമ്മുടെ സ്ഥലമല്ല ഇത്. ഓഹോ. അപ്പോൾ അവർ തെളിച്ചാലേ കാര്യമുള്ളൂ. 150 ഏക്കർ സ്ഥലം ഇങ്ങനെ എടുത്തിട്ടേക്കുവാ അല്ലേ? പഞ്ചായത്തിൽ നിന്ന് സ്ഥലം തെളിക്കാനുള്ള ഇത് കൊടുത്തു, പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എല്ലാം ഒരു കാര്യമില്ല. സാധാരണക്കാരൻ ഇതെല്ലാം പ്രശ്നമാണേ. അതെ അതെ, അടിപൊളി ലൊക്കേഷൻ കേട്ടോ. പക്ഷേ നിങ്ങൾ ആദ്യം വന്നപ്പോൾ ബിനോയ് ചേട്ടൻ്റെ ഒരു വീട്ടിൽ പോയില്ലേ? പുള്ളിയുടെ വീട് അതാ കാണുന്നത് കേട്ടോ. ഓ, പുള്ളിയുടെ തറവാടാ അത്. മനസ്സിലായി. നമ്മൾ ഈ വീട് നമ്മൾ നേരത്തെ കണ്ടിരുന്നു കേട്ടോ. ഞാൻ ഏറ്റവും തുടക്കത്തിൽ കാണിച്ചിരുന്നു ഒരു വീട് സൂം ചെയ്ത്. ആദ്യം കണ്ട ചേട്ടൻ്റെ വീടിൻ്റെ മുകളിലുള്ള വീടാണ് തറവാട്. താമസമില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ വീടത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലായിരുന്നല്ലോ. ഈ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലല്ലോ. ഇല്ല. എന്നാ വാ, ഇത് വരണ്ട ഒരു പിടിക്കേണ്ട ഒരു വീട്. കാലൊക്കെ താന്നു പോകാണല്ലോ. ഒന്നുമില്ല, ധൈര്യമായിട്ട് പോരും. പേടിക്കണം, ഞാൻ പോകുന്ന വഴിയേ പോരൂ. മറ്റേ മഞ്ഞുമൽ ബോയ്സ് പോലെ പോവോ? ഇല്ലില്ല, പോയി ധൈര്യമായിട്ട് പോരും. പിന്നെ ഞാൻ അവിടെ കിടന്ന് വിളിക്കേണ്ടി വരുമോ? കുട്ടേട്ടാന്ന്. പേടിക്കണ്ട, ഞാനിവിടെ ഇല്ലേ. കുട്ടേട്ടാന്ന്. അന്നേനെ ആനേനെ വിളിക്കും, വലിച്ചു കയറ്റും. ആനയുണ്ടല്ലോ ഇഷ്ടം കൂടി വലിച്ചു കയറ്റാറ്. ആന വലിച്ചു കയറ്റിക്കൊള്ളുന്നല്ലേ? ഇവർക്കൊക്കെ ഇത് അറിയാവുന്ന സ്ഥലമായതിൻ്റെ കുഴപ്പമില്ല. നമ്മളൊക്കെ അറിയിച്ചു പോകുന്നത്. എന്താണ്, ഞാൻ വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കും. അതിന് കറക്റ്റ് ഉത്തരം പറയണം. ഒരു ചോദ്യോത്തര മത്സരം ഒരു ഇതാണ്. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ കൊണ്ട് ഞാൻ ചോദിച്ചു പോകുന്ന കേട്ടോ. ഓക്കെ. മൊത്തം ഇങ്ങനെ പോയാൽ അങ്ങ് താഴെ എത്തുമായിരിക്കും അല്ലേ? പിന്നെ പയറായതുകൊണ്ട് പേടിക്കണ്ട, അവിടെ ഉടക്കി കിടക്കുന്നല്ലേ? എൻ്റെ തന്നെ ഇതൊക്കെ എന്തൊക്കെ താന്നു പോകുന്നുണ്ടല്ലോ. അതാണ്. കൊടൈക്കനാൽ എത്തുന്നുണ്ട്. സ്ഥലം എങ്ങനെയുണ്ട്? കൊടൈക്കനാൽ എത്തുമെന്ന് അവിടെ എത്തട്ടെ. ഒറ്റയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് വന്നോണ്ടാ അത്രയും സമയം എടുത്ത്. ഈ പയർ ഇവർ വളർത്തുന്നതാണോ? ഇതേപോലെ നമ്മൾ ഒരു വീട്ടിൽ, അതായത് നമുക്ക് ഭക്ഷ്യയോഗ്യമായി എന്തെങ്കിലും നട്ടുപിടിപ്പിച്ച് ഇതേപോലെ ആവുമോ? ഇല്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതാർക്കും വേണ്ട. ആവശ്യമില്ലാത്ത സാധനം ഇങ്ങനെ വളരൂല്ലേ? ആവശ്യമില്ലാത്ത സാധനം എന്ത്, ഒരു വളവും വേണ്ട, ഒന്നും വേണ്ട, നല്ല അടിച്ച് കയറിക്കോളൂ. കറക്റ്റ് പോയിന്റ് കേട്ടോ. ഈ ഞാൻ പറഞ്ഞ ചോദ്യം ചോദിക്കട്ടെ? അതല്ലായിരുന്നോ ചോദ്യം? അതാ ചോദ്യം. ഈ കാണുന്ന ഇത്രയും സ്ഥലം കണ്ടോ? ഇത് കണ്ടിട്ട് ഇത് ഫോറസ്റ്റ് ആണോ അല്ലെങ്കിൽ പറമ്പാണോ? സൂം ചെയ്ത് നോക്കട്ടെ. തെങ്ങ് കാണുന്നുണ്ട്. തെങ്ങാണ്. ഈ താഴെ വശത്തെല്ലാം തെങ്ങ് കാണുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ അത് പറമ്പാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ മുകളിലോട്ട് നോക്കി. മുകളിൽ വശത്ത് തെങ്ങൊന്നും കാണുന്നില്ല.
പക്ഷെ അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് ആന പോയ വഴിയാണ്, ആന ഇറങ്ങുന്ന വഴിയാണ് അതൊക്കെ. അതിന്റെ മുകളിലോ അതേ ചോദിക്കുന്നത്, അതെല്ലാം കാണുന്നത് അത് ഫോറസ്റ്റ് ആണോ ചോദിക്കുന്നത്? ഫോറസ്റ്റ് ആണോ പറമ്പാണോ? കണ്ടിട്ട് ഫോറസ്റ്റ് പോലെ തോന്നുന്നല്ലേ? എന്നാൽ ഇതെല്ലാം ഒരു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളായത്. ഓ, ഈ കാണുന്ന ഇത് മൊത്തം, ഇത് കാണുന്നത് റബ്ബർ തോട്ടമാണ്. ഇത് അതിന്റെ മുകളിലോട്ട് ഫുൾ കശ്മാൻ തോട്ടമാണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. അതെ. ഇതിന്റെ അങ്ങേ ചെരുവിലോട്ട് കശ്മാവുണ്ട്. ഈ കുന്നിന്റെ അങ്ങേ ചെരുവ് ആര് പോയി പിറക്കുന്നില്ല. ആദായം ഉണ്ട് ഇഷ്ടംപടി, പിറക്കുന്നില്ല. ആന ഇവിടുന്ന് പോവാത്തല്ലേ? ഇത്രയും ചുറ്റുവട്ടത്ത് കാണുന്ന 150 ഏക്കറോളം സ്ഥലം ഈ കാണുന്നത് കംപ്ലീറ്റ്. ഈ കണ്ടോ, ഈ മല കണ്ടോ, അത് കർണാടകയാണ്. ഇങ്ങനെ പോയി ഇത് കംപ്ലീറ്റ് ആളുകളുടെ സ്ഥലമാണ്. അതായത് ഒരാളുടെ സ്ഥലം, അതിൽ പല ആൾക്കാരുണ്ട്, പക്ഷെ ഇതെല്ലാം ഒന്നിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇത്രയും സ്ഥലം കിടക്കുവാണ് ഒരു റൗണ്ടില്. അപ്പൊ ഏകദേശം എത്ര ആൾക്കാർ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരിക്കാം? പണ്ട് ഇവിടെ താമസം ഉണ്ടായിരുന്നു ഒരുപാട്, ഒരു 10 വർഷം മുന്നേ വരെ. എത്ര വീടുകളുണ്ടായിരിക്കും? ഏകദേശം ഒരു 30 വീട് മുകളിൽ ഇതിന് മുകളിൽ താമസിച്ചുകൊണ്ടിരുന്നു. മുകളിലുണ്ടായിരുന്നു. ആ മുകളിലേക്കും ഉണ്ട്. 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ മുകളിലോട്ട് ജീപ്പ് വഴിയുണ്ട്. എന്റെ പൊന്നെ, കർണാടക എവിടെയാ തുടങ്ങുന്നത്? അതാ കുന്നുണ്ടോ, ആ വലിയ മല, വലിയ കുന്നാ അത് കർണാടകയാണ്. വലിയ കുന്ന് അതിന്റെ പകുതിക്കാൻ തുടങ്ങുക നമ്മുടെ കേരള കർണാടക അതിർത്തി. കുന്നിന്റെ പകുതിക്ക് വെച്ച് കർണാടക അല്ലേ? അത് വാണമല എന്നൊക്കെ പറയും. ഇവിടുന്ന് അവിടുന്ന് നമുക്ക് ഇവിടെ നമ്മൾ ഏകദേശം നടന്ന 1.5 മണിക്കൂർ നമുക്ക് നടന്നാൽ അവിടെ എത്തും. അവിടെ നിന്ന് ഒരു 1/2 മണിക്കൂർ ഇതിൽ കൊട്ടക്കര എത്തും. കൊട്ടക്കര പൂക്കളം കൊടകത്തി. മലയുടെ പേരെന്താണെന്ന്? വാണമല. ഇപ്പം നമുക്ക് പഞ്ചായത്തിൻ്റെ ഇതിൽ ചെറിയൊരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാ ഇത് നമ്മളെ വെള്ളച്ചാട്ടമാണ്, ചേട്ടായിപ്പാറ വെള്ളച്ചാട്ടം. അപ്പം അതും പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് കാണാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊടലിപ്പാറ, അച്ഛനൊളിച്ച അല്ല, ഇതെല്ലാം ഇതാണ് സ്വകാര്യ വ്യക്തികളുടെ പറമ്പാണ്. വെള്ളച്ചാട്ടവും സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലാണ്. വെള്ളച്ചാട്ടം 2 സൈഡും സ്വകാര്യ വ്യക്തികളാണ്. പിന്നെ നടുക്ക് പിന്നെ തോട് കാര്യങ്ങളൊക്കെ എങ്ങനെ വരും നമുക്ക് അങ്ങനെ ആയിരിക്കാം. റിസർവ് ഫോറസ്റ്റ് മുകളിലല്ലേ? പണ്ടുള്ളവരിൽ ഇവിടുന്ന് നടന്നല്ലേ നിറം കാണുമ്പോൾ അറിയാം വ്യത്യാസമുണ്ട് അല്ലേ? ഒരു ലൈറ്റ് പച്ചയും ഡാർക്ക് പച്ചയും കാണുമ്പോൾ. കുടയിലോട്ടൊക്കെ ഇതിലല്ലേ പണ്ട് പണിയെടുക്കാൻ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നല്ലേ? എന്റെ എല്ലാം വലിയപ്പനൊക്കെ പോയിട്ടുണ്ട്. ചേട്ടൻ പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടുണ്ട്, പണിക്കല്ല, നടന്നു പോയിട്ടുണ്ട്. 4 പ്രാവശ്യം പോയിട്ടുണ്ട്. എത്ര സമയം എടുക്കുന്നു? ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ നമുക്ക് വാണയിലോട്ട്, അവിടുന്ന് ഒരു 1/4 മണിക്കൂർ കുടകിലേക്ക്. അവിടുന്ന് ഏറ്റവും അടുത്തുള്ള സ്ഥലം ഏതാ? മെയിൻ സ്ഥലം കൊട്ടക്കര, പൂക്കളം. ഏതിന്റെ അടുത്താണ്? എനിക്ക് അങ്ങനത്തെ അല്ലല്ല, അങ്ങോട്ടൊന്നുമില്ല. അവിടുന്ന് ഇത് നമ്മളിപ്പോ വിരാജ്പേട്ട അല്ലല്ല, അത് ഇങ്ങോട്ട് പോരും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കൊട്ടക്കര, പൂക്കളം, പിന്നെ ബർണയോ ആ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം അവിടെ പൂക്കളം സ്കൂളിന്റെ അവിടെയാണ് നമ്മൾ കറക്റ്റ് ഇറങ്ങുന്നത്. ബർണ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ എല്ലാം ചുറ്റുവട്ടത്തെ സ്ഥലങ്ങൾ. അടിപൊളി സ്ഥലമാണ്. പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ ജുറാസിക് പാർക്ക് ആട്ടോ. എന്താ സുഖം, കാറ്റൊക്കെ നല്ല കാറ്റ്. ഇപ്പം നമ്മൾ ലൈവ് ആന ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇവിടെ ഒരു ഇല്ലുണ്ട്. ഇത് അറിയോ ഒരു പറമ്പാണ്, അതിൻ്റെ അവിടെ ആനയുണ്ട്. പക്ഷേ നമുക്കിവിടെ നോക്കിയാൽ കാണത്തില്ല കേട്ടോ. കാണുമായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. പക്ഷേ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റുമോ എന്ന് അറിയാനാണ് നമ്മളിവിടെ വന്നത്. സംഭവം ആനയുണ്ട് അവിടെ, ഉണ്ട്. ഓടിക്കുന്ന ഒച്ച കേട്ടോ. ഒരു മണിക്കൂറൂടെ കഴിഞ്ഞാൽ നേരിട്ട് കാണാം അല്ലേ? നേരിട്ട് കാണാം. അതുവരെ നിൽക്കണ്ട, വേണ്ട. കാരണം അവസാനത്തെ കാണുന്നതായിരിക്കും. നമുക്ക് ഇനിയും വീഡിയോ ഒക്കെ ചെയ്യേണ്ട. അതെ, തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് ഇനിയും കാണാം. അതെ, നമ്മളേതായാലും തിരിച്ചു പോവാം കേട്ടോ. അതൊക്കെ പോ. വന്നില്ലല്ലേ? ഇല്ല. അതുപോലെ സ്ഥലം ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ 150 ഏക്കർ എടുത്തിട്ടിരിക്കുന്നത് സ്വകാര്യ വ്യക്തികളാണ്, റിയൽ എസ്റ്റേറ്റുകാരായിരിക്കും. അപ്പോൾ അവരങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാടും തെളിക്കാതെ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നു വന്നിട്ടില്ല. ഉദ്ദേശിച്ച കോറയൊക്കെ ആയിരുന്നു. കോറയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമുണ്ട്, ഇഷ്ടംപടി പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തോ തടസ്സങ്ങളൊക്കെ വന്ന് അങ്ങനെ മുടങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ഇപ്പോൾ റിസോർട്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. റിസോർട്ടൊക്കെ വന്നാൽ നല്ലതായിരുന്നു. നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം വെച്ചാൽ തെളിഞ്ഞു കിട്ടും. നമുക്കിപ്പം സ്ഥലം എടുക്കണമെന്ന കാര്യങ്ങൾ നമുക്ക് താല്പര്യമില്ല. പക്ഷേ എങ്കിൽ കുറച്ച് വഴിയൊക്കെ ഒന്ന് തെളിഞ്ഞ് ആൾക്കാരൊക്കെ ആയി കഴിഞ്ഞാൽ വണ്ടിയും കാര്യങ്ങളൊക്കെ കുറേ മൃഗത്തെ ശല്യം കുറയും. അപ്പോൾ അതൊക്കെ തന്നെ ആകുമ്പോൾ കുറേ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ ഈ ഭാഗത്ത് നമുക്ക് മൊത്തത്തിലൊരു മാറ്റം സംഭവിക്കും. അതെ. റിയൽ എസ്റ്റേറ്റുകാർ ചെയ്യുന്ന വലിയ ദ്രോഹം കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ ഈ നാട്ടുകാരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ. ഇത് ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും നമ്മൾ ചെന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ ചെയ്യുന്ന ദ്രോഹങ്ങൾ. അവർ സ്ഥലം മേടിച്ചിട്ട് കൂട്ടിയിട്ടിട്ട് അങ്ങ് പോകും. ബാക്കി സാധാരണക്കാരാണ് ഇത് അനുഭവിക്കുന്നത് മുഴുവൻ കേട്ടോ. വയനാട്ടിലൊക്കെ പല സ്ഥലത്തും ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ എടുത്തിട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ കടുവയാണ്.
കടുവ അല്ലേ? ഇതിപ്പം നമ്മളിപ്പം ഇവിടുന്ന് ഇത്രയും കണ്ടില്ലേ, ഇവിടെ വരെ എടുത്തിട്ടേക്കുന്ന സ്ഥലം. ഇതേപോലെ നമ്മൾ താഴേന്ന് വരുമ്പോൾ രണ്ടാം കടവിൽ നിങ്ങൾ വിട്ട് കഴിയുമ്പോൾ ഇതേപോലെ തന്നെയാണ് കുറേ ഭാഗം ഇങ്ങനെ എടുത്തിട്ടേക്കുക. അവിടെ പിന്നെ അധികം പണിയൊക്കെ എടുക്കുന്നുണ്ട്, റബ്ബർ വെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് അങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഒന്നുമില്ല. ഒരാത് നമ്മൾ കയറി കണ്ടില്ല, ഇത് അവിടത്തോട്ടൊക്കെ നടക്കുന്നുണ്ട്. നല്ല അടിപൊളി ആദായം പോലും ആവശ്യമില്ലാത്ത ആളുകളാട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവർ ഉദ്ദേശിച്ചത് അതിലും വലിയ എന്തെങ്കിലും പരിപാടിയായിരിക്കും. അതായിരിക്കും അവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കുന്ന് മൊത്തം ഇത് റബ്ബർ, അത് കാണുന്നത് റബ്ബർ. ഓ, കംപ്ലീറ്റ് റബ്ബറും അതിനിടയ്ക്ക് തെങ്ങ് കശുമാവും അല്ലേ. ഇപ്പം കഴിഞ്ഞ ദിവസമേ 2 ചക്ക വേവിക്കാൻ വേണ്ടി അതുണ്ടോ പ്ലാവുണ്ടോ, ചക്ക പറിച്ചു. കാണുന്ന പ്ലാവ്. ഓക്കെ, ചക്ക പറിച്ച് ഇതല്ലേ വീട്? ഈ കാണുന്ന വീട് ഇത്. അപ്പം കയറി പറിച്ചാൽ ചെത്തി ഇടുവായത് മൂത്തത് ഉദ്ദേശിച്ച്. പക്ഷെ നിലത്ത് വീണപ്പോൾ പിഞ്ചായിരുന്നു. അപ്പോൾ സംഭവം 2 തൊട്ടി താഴെ വന്നാണ് കിടന്നത്. പിഞ്ചായതുകൊണ്ട് തന്നെ അവിടെ ഇട്ടു. എന്തായാലും രാത്രിക്ക് ആള് വന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് കുറച്ച് മോളി വെച്ച് തിന്നിട്ട് ഇതിലെ വഴിയൊന്നും കണ്ടില്ലേ, ഇതിലെ വന്ന് അതിലെ കയറി കറക്റ്റ് കൊണ്ട് ഇട്ടിട്ട് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ചക്ക എടുത്തോണ്ട് പോയി. എടുത്തിട്ട് കറക്റ്റായിട്ട് കുറേ നമുക്ക് ശല്യമൊന്നും ചെയ്യാണ്ട് ധൈര്യം അറിഞ്ഞില്ല, ഒരു കുഴപ്പമില്ല, പയ്യെ വന്ന് കൊണ്ടുപോയി. നല്ല എല്ലാ പരിപാടിയും പഠിച്ചു. ഭയങ്കര കറക്റ്റ് സംഭവം. ഞാൻ ഇടാൻ വെച്ചൊരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ഒരു അല്ല അത് പിടിക്കണ്ട. അതെ, ഫ്രഷ് ഉണ്ട് കേട്ടോ. പൊട്ടിക്കല്ലേ? പൊട്ടിക്കാം. പറമ്പിലൊക്കെ ഉണ്ട് കേട്ടോ. സമയം സ്ഥിരം വഴിയല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ കപ്പാണോ സാധനം എന്തായാലും കിടക്കുന്നത്. ഇന്നത്തോട് ഉണ്ടല്ലോ. ഇതൊരു ബിസിനസ് ആക്കിയാല് ആനപ്പണ്ടല്ലേ, എവിടെയും പോകണ്ടല്ലോ, സാധനം ഇഷ്ടം പടി. ഇവിടുന്ന് കയറി വരില്ലായിരിക്കും അല്ലേ? ചക്ക കിടക്കുന്ന നോക്കി. ഇപ്പൊ 6 മണിയായില്ലേ? ഈ കമ്പിയിലൊന്നും കറണ്ട് ഉണ്ടായല്ലോ. ഇതൊക്കെ പണ്ട് ഇഷ്ടംപോലെ ആളുകൾ നടന്നുകൊണ്ടിരുന്ന വഴിയാണ്. ഇതുണ്ടോ കറണ്ട് കമ്പി ഉണ്ടോ, മരം വേണം. കറണ്ട് കമ്പിയൊക്കെ തോന്നു കിടക്കുന്നുണ്ട്. ഇതൊന്നും കറണ്ട് ഇല്ലാത്തതാണ്, എന്നാലും ഇതിലെ പോയില്ലേ. ഓ, ആരം 6:30 ഡേഞ്ചർ സോൺ നിൽക്കുന്നു. ഇതിന്ന് അണ്ടി പിറക്കിയിട്ട് മാറ്റിയിട്ട് അതുകൊണ്ട് വരാം. ഇതിന്ന് ഞാൻ അണ്ടി പിറക്കിയിട്ട് അതുകൊണ്ട് ഇല്ലേ അതുകൊണ്ട് ഒക്കെ നടന്നു പോകുന്ന വഴികൾ കേട്ടോ. ഇന്നിറക്കും അവിടെ കുറച്ച് പരിപാടി ഉണ്ടാകും. ഇറങ്ങി വരുമോ ഇപ്പം? ഓടാൻ റെഡിയായിട്ട് പോയിക്കോളാം. ഞാൻ എന്നാ ഒച്ച കെട്ടിക്കുന്ന കടുവേരെ ഒച്ച കെട്ടിക്കുന്ന വേണോ? എത്ര ദിവസം ഇങ്ങോട്ട് വന്നിട്ട്? കാടായിപ്പോയില്ലേ? ആനൊന്നുമില്ല. ഇവിടെ കിടന്ന് നിരങ്ങും അല്ലേ? അതെ അതെ, റിസ്ക് എടുക്കണ്ടല്ലേ? അതെ അതെ, എന്നാൽ തിരിച്ചു പോവാം. തിരിച്ചു പോലെ എപ്പോൾ വേണമെങ്കിലും വരാം. റിസ്ക് എടുക്കണ്ട. ഓക്കെ, വണ്ടി അടക്കം പോയിക്കൊണ്ടിരുന്ന വഴികളാണ്. പക്ഷെ ആനകൾ
ഇത് ഇറങ്ങി കണ്ടോ, ഇവരൊക്കെ ഇറങ്ങി വരുന്ന വഴിയാണ്. അങ്ങനെ പോകാത്ത വഴിയില്ല കേട്ടോ. ഈ ഇരിക്കുന്ന മരമില്ലേ, ഈ പാറപ്പുറത്തിരിക്കുന്നത് ഇത് ആ മരത്തിന്റെ അപ്പുറത്തെ സൈഡത്തെ അവസ്ഥ കേട്ടോ. ഇത് കാണുന്നു, ഇതുണ്ടോ? ഓ, മൊത്തം തൊലി കളഞ്ഞല്ലേ? തൊലി തിന്നുന്നതാ? നമുക്ക് ആന ചവിട്ടി 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 തടിയിലൊക്കെ പാട് കാണാം കേട്ടോ. കണ്ടോ, ഇതൊക്കെ ചവിട്ടി നിന്നേക്കുന്ന ഈ മാവേന്ന് മാങ്ങ പറിക്കാനായിട്ട് ചവിട്ടി നിന്നേക്കുന്ന പാടുകളായിട്ടേ കാണുന്നു. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരു 6:30 കഴിഞ്ഞാൽ ആന ഇറങ്ങും കേട്ടോ. അപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞ് 6:15 നമ്മളേതായാലും പോവുകയാണ്. അടുത്ത് കാണും ചവിട്ടി വെച്ചിട്ട് കുറച്ച് നിന്ന് ബാക്കി ഇതിലൊക്കെ നടന്നിറങ്ങണം. ഇഷ്ടംപോലെ വഴിയാണല്ലോ അല്ലേ. അപ്പം നമ്മളേതായാലും നമ്മൾ ആ വീട്ടിൽ വന്നു. പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് നമ്മൾ ആ ഒരു പട്ടിയുടെ കാര്യമാണ്. കഴിഞ്ഞ വർഷം, കൃത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ 2025 മാർച്ച് അവസാനമാണ് നമ്മൾ ഈ ഒരു പ്രദേശം വന്നത്. അന്ന് ഈ ഒരു പട്ടിയെ കടുവ പിടിച്ചിട്ട് അതിൻ്റെ മേത്തൊക്കെ പരിക്കായിട്ട് നമ്മൾ കണ്ടാണ്. ഏതായാലും പട്ടി പൂഷാറായി. അത് മാത്രമല്ല, നമ്മളിന്ന് പല സ്ഥലങ്ങളും കണ്ടു. ആളുകളുടെ പറമ്പിലൊക്കെ ഇപ്പോൾ ആനകൾ ഇറങ്ങാൻ തുടങ്ങി. ദിവസം എന്ന് പറഞ്ഞ പോലെ ആന വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വീട്ടിലേക്ക് വന്ന വഴിയൊക്കെ നമ്മൾ കണ്ടാണ്. പല സ്ഥലത്തും ആന കയറി ഇറങ്ങുകയും ചെയ്യുന്ന പാടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ പോയി കണ്ട ആ സ്ഥലം കണ്ടു. 150 ഏക്കർ ഇങ്ങനെ റിയൽ എസ്റ്റേറ്റുകാരെടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അത് പയറുവള്ളിയൊക്കെ കയറി ഒരു നിവൃത്തിയില്ലാതെ ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുവാണ്. ഒന്നും ചെയ്യുന്നില്ല, ഒരു കൃഷിയും ചെയ്യുന്നില്ല. മൊത്തം കാട് പിടിച്ച് എല്ലാ തരം വന്യജീവികൾക്കും സഹവസിക്കാൻ പറ്റിയ ഒരു ഇടമായിട്ട് ഈ ഒരു പ്രദേശം മാറിയിരിക്കണം. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ നിന്നുള്ള ഒത്തിരി ആളുകൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ആ മലയൊക്കെ കാണിച്ചപ്പോൾ അവിടെ 10-30 വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് കേട്ടതാണ്. അപ്പോൾ അവരൊക്കെ ഇറങ്ങിപ്പോയി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ ചേട്ടൻ തന്നെ ചോദിച്ചു, അത് കണ്ടിട്ട് വനമാണോ ആളുകളുടെ സ്ഥലമാണോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വനമാണെന്നാണ്. പക്ഷേ അല്ല, അതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്. പക്ഷേ ഇത്തരത്തിൽ ആണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഏതായാലും വന്യമൃഗ പ്രശ്നം അതിരൂക്ഷമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആനകൾ ദിവസം ഇറങ്ങുന്നുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.